Hey all, വെൽക്കം ബാക്ക് ടു ക്ലേ ഡയറി. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോനെ പറ്റിയുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സാധാരണ ക്ലേ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലേ സോഫ്റ്റ് എയർ ഡ്രൈ ക്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 2 or 3 minutes കൊണ്ട് തന്നെ അത് ഉണങ്ങിപ്പോകും. അപ്പോൾ ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ടുള്ള ക്ലേകൾ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം, എന്നാലേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഞാൻ ഏകദേശം 2 ബോക്സ് നിറച്ച് ഫുള്ള് ക്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മുന്നേ നമ്മൾ ക്ലേ എങ്ങനെ റീയൂസ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യാതെ വെക്കുന്നത് ഞാൻ ഇതും കൂടെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ എല്ലാ ക്ലേകളും നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി എടുക്കുക. ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ ഞാൻ കത്രിക യൂസ് ചെയ്തിട്ട് അത് നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇതുപോലെ ക്ലേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലേ പിന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്ലേൻ്റെ പാക്ക് മീഷോന്നായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു 5 സെറ്റ് വരുന്ന ക്ലേൻ്റെ ഒരു പാക്കറ്റാണ്. അതിൽ തന്നെ അതിൻ്റെ ടൂൾസും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഞാൻ ഏകദേശം 1 മാസത്തോളം കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്ലേ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കി ഇനിയും കുറച്ചും കൂടെ ക്ലേകൾ ബാക്കി. ഞാൻ ആദ്യം കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് വെച്ച് ചെയ്യുമെന്ന് തോന്നിയപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ക്ലേ. ആ ഒരു ക്ലേ വെച്ചിട്ടാണ് ഞാൻ 2 മാസം ഏകദേശം കറക്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലേകളെല്ലാം നല്ല ചെറിയ കഷ്ണമാക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മാറ്റം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ 24 hours സോക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. ഇനി നമ്മളിത് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 24 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ കുറച്ച് നല്ല ക്ലേ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ തന്നെ അതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. അതിനുശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ പേപ്പറിലോട്ട് ആക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പേപ്പറും കൂടെ ഇതിൻ്റെ കൂടെ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പേപ്പറിലോട്ട് ഈ ഒരു വാട്ടർ എല്ലാം കൂടെ അബ്സോർബ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലോട്ട് ഇത് മാറ്റും. ഈ ഒരു ലോങ് വീഡിയോയിൽ ഞാൻ പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റിയതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഷോർട്സിലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഒരു ക്ലേൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടാവും. നമ്മളത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വാട്ടർ കുറഞ്ഞു വരും. പിന്നെ നമുക്ക് ആ ഒരു ഐറ്റം വീണ്ടും റീയൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ മറക്കാതെ ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടി വെക്കാം. കാരണം ഇത് പിന്നെയും പുറത്തിരുന്നിട്ടുണ്ടെങ്കിൽ എയർ കയറിയിട്ട് ഒന്നുകൂടെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ അത് കെട്ടി വെക്കുക. അങ്ങനെയാണ് നമുക്കിത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.